നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരറിവാണ് നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയമാണ് എന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് നൽകുന്നൊരു സദ്വാർത്തയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. ദൈവം തനിക്ക് വസിക്കുവാൻ തൻ്റെ പുത്രനായ യേശുവിൻ്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മന്ദിരമാണ് നാം ഓരോരുത്തരും. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രത്തോളം ഈ വചനം ഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾ എത്രത്തോളം ദൈവത്തെ അറിയുന്നുണ്ട്? ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിശുദ്ധരാണ്. മന്ദിരം വിശുദ്ധമാണ്. ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. ഈ തിരിച്ചറിവിൽ സമർപ്പിക്കുവിൻ. നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്ന ദൈവം ജീവനുള്ള ദൈവമാകയാൽ, സംസാരിക്കുന്ന ദൈവമാകയാൽ ദൈവത്തെ ആരാധിക്കുവിൻ, ബഹുമാനിക്കുവിൻ, ദൈവത്തോട് സംസാരിക്കുവിൻ. നിശ്ചയമായും ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തെ ബഹുമാനിപ്പിൻ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളല്ല, ദൈവേഷ്ടം തന്നെ നമ്മിൽ നിവൃത്തിയാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവകത്ത് വന്നിരിക്കുന്നത്? നമ്മെ ശുദ്ധീകരിക്കാനാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവകത്ത് വന്നിരിക്കുന്നത്? നമ്മെ നിത്യതയിൽ കൊണ്ടുപോകാനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ബലഹീനരെ താങ്ങുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ, എപ്പോഴും നന്മ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നൽകുന്ന വചന വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവഹിതത്തിനായി സമർപ്പിക്കാം. ദൈവത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്വം കൊടുക്കാം. ആലയത്തെ വിശുദ്ധീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.